ഹായ്, ഞാൻ സുധാമഴമേഘമാണ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ വേണ്ടത് ഒരു 4 മണി പലഹാരമാണ്. 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാനും പറ്റും. അപ്പം നല്ല പഴുത്ത പഴം കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് അളവൊന്നുമില്ല, നമുക്ക് കുറച്ച് കൂടുതലും എടുക്കാം, അഥവാ കുറവാണെങ്കിൽ അതും എടുക്കാം. പിന്നെ ഒരു 2 3 മുട്ടയെടുക്കാം. കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു നുള്ള് ഉപ്പ് കൂടെ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലോർ കൂടെ എടുത്തിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് കോൺഫ്ലോർ ഉണ്ടല്ലോ, അതൊരു 3 സ്പൂൺ ഉണ്ടാവും, അതുകൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ മുട്ടയും പഞ്ചസാരയും ഉപ്പും കോൺഫ്ലോർ എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഈ തവിയിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നന്നായിട്ട് നെയ്യ് തടവിയ ശേഷം നമ്മൾക്ക് ഈ പഴത്തിനെ കുഞ്ഞു കുഞ്ഞായി മുറിച്ചിടാം. നമ്മൾക്ക് ഈ തവ ഇനി ഗ്യാസിലോട്ടൊന്ന് കത്തിച്ചിട്ട് വെച്ച് കൊടുക്കാം. തവ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് മുട്ട ഉടച്ചതുണ്ടല്ലോ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിനെ നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്കിത് അടച്ചു വെച്ച ശേഷം ചെറു തീയിൽ ആവി കയറ്റി എടുക്കാം. അപ്പം നമ്മൾക്ക് ഇതെന്തായി എന്നൊന്ന് നോക്കാം. കണ്ടില്ലേ, മുകൾ വശമൊക്കെ നന്നായിട്ട് വെന്തിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകൾ വശം കൂടെ ശകലം നെയ്യ് തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം. എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റും ഉണ്ടാവും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമ്മുടെ പഴം കൊണ്ടുള്ള സ്നാക്സ് എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ റെഡിയാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം. ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.